അസ്സലാമലൈക്കും, എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് വ്യത്യസ്തമായൊരു വീഡിയോ ആണ്. ഞാനൊരു 2 പ്രോഡക്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നേ, അതിൻ്റെ അൺബോക്സിംഗ് ആണ് കേട്ടോ. ഫസ്റ്റ് കാണിക്കുന്നത് നമ്മൾ റിഫാന് വേണ്ടിയിട്ട് മേടിച്ചൊരു സാധനമാണ്. അവനാണല്ലോ ഇപ്പം എൻ്റെ വീഡിയോ ഒക്കെ എടുത്തിരുന്നത്. അപ്പോൾ അവനൊരു ഗിഫ്റ്റായിട്ട് ഞാനൊരു വാച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അൺബോക്സിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇതൊക്കെ ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല അടിപൊളി വാച്ചാണ് കേട്ടോ. അത്ര വലിയ വില ഒന്നുമില്ല, 250 റേറ്റ് വരുന്നത്. നല്ല സൂപ്പറായിട്ടുള്ള വാച്ചാണ്. അപ്പോൾ ഇത് കാണാൻ ഇതിൻ്റെ കളേഴ്സൊക്കെ വേറെ ഒക്കെ ഉണ്ട്, ഇഷ്ടംപോലെ കളേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ സ്ട്രാപ്പ് വരുന്നത് നല്ല റബ്ബറിൻ്റെ സ്ട്രാപ്പാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള കളറാണ്. അപ്പോൾ എൻ്റെ കൈമേൽക്ക് കെട്ടിയിട്ട് അത്ര വലിയ ഭംഗിയൊന്നുമില്ല. അപ്പം ഞാനിത് മറിയാടെ കൈയിൻ്റെ മുകളിൽ കെട്ടി വെക്കാൻ കേട്ടോ. റിഫാനോട് കെട്ടി നോക്കാൻ പറഞ്ഞപ്പോൾ അവന് ഭയങ്കര ജാട. വാച്ച് അവൻ്റെ ആണെങ്കിലും പിന്നെ കെട്ടിയിട്ട് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവന് ഭയങ്കര ജാട. അപ്പോൾ നമ്മുടെ മറിയൂൻ്റെ കയ്യിൽ കെട്ടിയിട്ട് നല്ല കാണാൻ നല്ല രസമുണ്ട്, സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അടുത്ത പ്രൊഡക്റ്റ് മേടിച്ചിട്ടുള്ളത് നമ്മൾ വീട്ടിലേക്ക് വേണ്ടിയിട്ടാണ്. ഇത് നല്ല ഓഫറിൽ കിട്ടിയൊരു സംഭവമാണ് കേട്ടോ. ഈ കെൻസ്റ്റാറിൻ്റെ ഒരു കെറ്റലാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതും നല്ല ഓഫറിലാണ് കിട്ടിയിട്ടുള്ളത്. നല്ല അടിപൊളി കെറ്റലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ കെറ്റൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളെപ്പോഴും വെള്ളം തിളപ്പിച്ച് കുടിക്കാറാണ് ചെയ്യാറ്. നമുക്ക് പൈപ്പ് വെള്ളമാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും വെള്ളം തിളപ്പിച്ചിട്ട് വേണം കുടിക്കുക. ഇപ്പോൾ നമ്മൾ സോളാറൊക്കെ വെച്ചപ്പോൾ ഇങ്ങനത്തെ ഇലക്ട്രിക്കിൻ്റെ സാധനങ്ങളൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കാരണം അത്ര വലിയ കറണ്ട് ബില്ലൊന്നും വരില്ലല്ലോ നമുക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ഓരോ പ്രൊഡക്റ്റുകൾ ഇങ്ങനെ മേടിക്കുന്നുണ്ട്. ഇപ്പോൾ മേടിച്ചതാണ് ഈ ഒരു കെൻസ്റ്റാറിൻ്റെ കെറ്റൽ കേട്ടോ. അപ്പോൾ ഇത് നല്ല സൂപ്പറായിട്ടുള്ള കെറ്റലാണ്. അപ്പം ഞാനിത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ കാണിച്ചു തരാം. ഇതിന് ഈ ഒരു സംഭവം റൗണ്ട് പോലെ ഒരു സാധനമുണ്ട്, അതിലേക്ക് ഇങ്ങനെ എടുത്ത് വെച്ചാൽ മതി. നല്ല സിമ്പിളായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അപ്പോൾ ഇത് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ തിളച്ച് കിട്ടും കേട്ടോ. അപ്പം ഞാനിതാ ഫ്ലഗൊക്കെ കുത്തി കൊടുക്കുകയാണ് കിച്ചണിൽ. എന്നിട്ട് നമുക്കിനി അതിൽ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാം. വെള്ളമൊക്കെ ഒഴിച്ചു നമ്മുടെ അതിൻ്റെ മൂടി അടച്ചതിന് ശേഷം നമ്മളിത് അതിൻ്റെ മുകളിലേക്ക് കയറ്റി വെക്കുകയാണ്. എന്നിട്ട് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ അവിടെ വേറൊരു ബട്ടണും കൂടി ഉണ്ട്, അത് ഓൺ ചെയ്യണേ ഈ ഒരു പിടിയുടെ സ്ഥലത്ത്. അതും കൂടി കഴിഞ്ഞ് അതിൻ്റെ പ്രോസസ്സ് കഴിഞ്ഞു. ഇനി ഇത് വെള്ളം തിളക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റിൻ്റെ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. നല്ല വെള്ളം നല്ല അടിപൊളിയായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കത് പിന്നെ കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല സൂപ്പറായിട്ട് തിളച്ച വെള്ളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഓഫറിൽ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഞാനിത് ടാഗ് ചെയ്തിടാം, ഇത് എല്ലാവരും മേടിച്ചോളൂ കേട്ടോ. നല്ല സൂപ്പർ സാധനമാണ്. പിന്നെ കണ്ടൻറ്റ് മാറ്റി പിടിച്ച ഒന്നല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഇതൊന്ന് മേടിച്ചപ്പോൾ നിങ്ങളെ കാണിക്കാമെന്ന് എത്തിയിട്ടൊരു വീഡിയോ ഒക്കെ ചെയ്തു എന്നുള്ളൂ. അപ്പോൾ എന്നിങ്ങനെ ചെടികളുടെ വീഡിയോ ആയിട്ടൊക്കെ വരുമ്പോൾ ബോറടിക്കില്ല. അപ്പോൾ ഒന്ന് കെറ്റലും വാച്ചായിട്ട് വന്നേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം ഇൻഷാ അല്ലാ. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു.